ഇപ്പോൾ ദീദി ദാമോദരൻ തിരക്കഥാകൃത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. WCC മെമ്പർ കൂടിയാണ്. ശ്രീമതി ദീദി, ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ ഒരു ഞെട്ടലിലാണ് നമ്മളെല്ലാം. ഒട്ടേറെ കഥകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ജസ്റ്റിസ് ഹേമയെ പോലെ ഒരു ആധികാരികതയോടെ ഇത്തരൊരു റിപ്പോർട്ട് നമ്മുടെ മുന്നിലെത്തുമ്പോൾ എന്താണ് പ്രതികരണം? ആദ്യത്തെ ചോദ്യം, നമുക്കുണ്ടായ ഞെട്ടലില് ഇതിലേക്ക് ആക്സസ് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഉണ്ടാവണമായിരുന്നല്ലോ. അപ്പൊ എങ്ങനെയാണ് 4.5 വർഷം നമ്മൾ അതിനെ കണ്ടിട്ടില്ല എന്ന് നടിച്ചിട്ട് ഇത്രയും ഗൗരവപൂർണമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടായിട്ട് അതിന്റെ നേരെ കണ്ണടയ്ക്കാൻ പറ്റിയത്? നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു കുറ്റമാണ്. അത് നമ്മൾ ഏറ്റെടുക്കുക തന്നെ വേണം. പക്ഷെ പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് തന്നെയാണ്. കാരണം ഇതിന് മുൻ മാതൃകകളില്ലാത്ത ഒരു കാര്യമാണ്. സ്ത്രീകളുടെ തൊഴിലിടത്ത്, പ്രത്യേകിച്ച് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു പഠന കമ്മിറ്റി ഉണ്ടാക്കി എന്ന് പറയുന്നത്. അതിന് കാണിച്ച ആ ആർജവം ഉണ്ടല്ലോ, അത് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിലും കാണിക്കും എന്ന് തന്നെയാണ് എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇത് പുറത്തു വന്നപ്പം എന്നെ പോലെയുള്ള ആൾക്കാർ കരുതുന്നതും മുന്നോട്ട് നോക്കുന്നതും അങ്ങനെയാണ്. ഈ ജസ്റ്റിസ് ഹേമയ്ക്ക് മുന്നിൽ മൊഴി കൊടുക്കാൻ ഒരു താരസംഘടനയും തയ്യാറായില്ല എന്ന ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നല്ലോ. WCC മാത്രമാണ് ഇത്തരത്തിൽ ഒരു സ്റ്റേൺ നിലപാടെടുത്തുകൊണ്ട് ഈ കമ്മിറ്റിക്ക് മുമ്പാകെ വന്ന് അഭിപ്രായ പ്രകടനം നടത്താൻ തയ്യാറായത്. എത്രത്തോളം സിനിമാ സംഘടനകൾ ഈ കമ്മിറ്റിയുമായി സഹകരിച്ചു എന്നത് ഈ നിമിഷം ഒന്ന് വിലയിരുത്തി പോകേണ്ടതല്ലേ? എനിക്ക് അതറിയില്ല. ഒന്നാമത് താരസംഘടന അല്ല WCC, അതൊരു കളക്റ്റീവാണ്. അതൊരു കൂട്ടം സ്ത്രീകൾ ഒന്നിച്ച് നിന്നിട്ട് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇത് വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും WCC ആവശ്യപ്പെട്ടിട്ടുമില്ല. ഈ നാട്ടിലുള്ള ഇവിടുത്തെ കീഴ്വഴക്കല്ല, ഇവിടുത്തെ നിയമം അനുശാസിക്കുന്ന, നിയമം മുന്നോട്ട് വെക്കുന്ന ബാധ്യതകളുണ്ടല്ലോ, അതിൽ നിന്നും സിനിമയ്ക്ക് മുക്തമാവാൻ പറ്റില്ല. സിനിമ എന്ന് പറയുന്നത് മറ്റെല്ലാ തൊഴിലിടവും പോലെ തന്നെ ഉള്ള ഒരു സ്ഥലമാണ്. അതിന് എക്സെപ്ഷൻ ഒന്നുമില്ല. സിനിമയിൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേത് തൊഴിലിടത്തിലും വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കണം സിനിമയും. കാരണം ഇവിടുത്തെ നിയമം സിനിമയ്ക്കും ബാധകമാണ്. അത്ര മാത്രമേ WCC വാസ്തവത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് നടപ്പാക്കാനുള്ള വിമുഖതയും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കലും, അവസാനം അതിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പം അത് എന്താന്ന് അതിന് നിരന്തരമായിട്ട് നമ്മൾ കത്തയച്ചിട്ടുണ്ട് ഇത് പുറത്തു വരുന്നതിനെ പറ്റി. പിന്നെ അവസാനം RTI ഫയൽ ചെയ്തപ്പോൾ അതിനോട് എങ്ങനെയാണ് നമ്മൾ പുറംതിരിഞ്ഞു നിന്ന് നമ്മൾ കണ്ടു. ഇന്ന് രാവിലെ വരെ ഉണ്ടായിട്ടുള്ള ഹൈ ഡ്രാമ മുഴുവൻ കഴിഞ്ഞിട്ട് ഇത് പുറത്തു വരുമ്പം എനിക്കിത് പറയാനുള്ളത്, ഞാൻ വേറെ ഏതൊക്കെയോ ചാനലിൽ വിളിച്ചപ്പോഴും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇതിന്റെ കണ്ടന്റിലേക്ക് എത്ര ആൾക്കാർക്ക് ആക്സസ് ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടെ. 232 പേജ് എത്ര പേര് വായിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ വലിയ അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എത്ര സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. കാരണം അതാണ് അവര് അതുവരെയുള്ള ചെയ്തികൾ മുഴുവൻ വിളിച്ചു പറയുന്നത്. ഇനി എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഈ ഗവൺമെന്റിൽ നിന്നല്ലാതെ വേറെ ഒരു ഗവൺമെന്റിൽ നിന്നും അങ്ങനെ പ്രതീക്ഷിക്കാൻ വകയില്ല. അതുകൊണ്ട് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിലെങ്കിലും അവർ നീതിബോധം കാണിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അധികാരികൾ നീതിബോധത്തോടു കൂടി പ്രവർത്തിക്കും ഇതിൽ നിന്നാണ്. ദീദി മാം, ഒക്ടോബറിൽ ഇപ്പോൾ ചലച്ചിത്ര കോൺക്ലേവ് നടക്കാൻ പോകുകയാണ്. ഈ കോൺക്ലേവിൽ ഈ മുഖ്യമായും ഇതുമായി ബന്ധപ്പെട്ട ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിലെ ശുപാർശകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള വലിയ ചർച്ചയും തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. WCC എങ്ങനെയാണ് സർക്കാരിന്റെ നിലപാടിനെ കാണുന്നത്? അതില് ക്ഷണിക്കപ്പെടാൻ പോകുന്നത് ഇത് ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ ആൾക്കാരും അതില് മുഖ്യമായിട്ടും പങ്കെടുക്കാൻ പോകുന്നത് ഒരു നിലയ്ക്കും, ഒരു സംഘടന എന്നുള്ള നിലയ്ക്കും സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പോലും തോന്നാതെ, ഇതിനെപ്പറ്റി ഒരു അക്ഷരം ഉരിയാടാതെ സൈലൻസ് കൊണ്ട് നടത്തിയ കോൺസ്പിറസി ഉണ്ടല്ലോ, ആ ആൾക്കാരെയാണ് അതിന്റെ മുൻനിരയിൽ. ഞാൻ ഇപ്പൊ തന്നെ എനിക്ക് കാണാം അതാരാണ് നിങ്ങൾ പറയുന്ന കോൺക്ലേവ് നയിക്കാൻ പോകുന്നത്, അവിടെ വരാൻ പോകുന്ന തീരുമാനം ആരുടെയൊക്കെ താല്പര്യം അനുസരിച്ചായിരിക്കും എന്നൊക്കെ അറിയാൻ ഇത്ര കൊല്ലം സ്ത്രീയായിട്ട് ജീവിച്ചിരുന്നാൽ മാത്രം മതി. മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഈ WCC ആണല്ലോ ഏറ്റവും അധികം ഒരുപക്ഷെ ഹേമ കമ്മിറ്റിയുമായി സഹകരിച്ച പ്രസ്ഥാനം എന്ന് പറയുന്നത് WCC ആണ്. അതിലെ സ്ഥാപക അംഗമായ ഒരാൾ ഇത്തരത്തിൽ സിനിമയിൽ ഇങ്ങനെ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ല, ഈ പറയുന്ന മാതിരിയൊന്നും സിനിമയിൽ നടക്കുന്നില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ട്, അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയതായി ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു കാട്ടിയിട്ടുണ്ട്. അതിനോട് എങ്ങനെയാണ് അഭിപ്രായം?
അതിൽ കൃത്യമായിട്ട് ജസ്റ്റിസ് ഹേമ റിപ്പോർട്ടിന് മുമ്പേയും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സർക്കാരും കോടതിയും റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ കമ്മീഷനും ഒക്കെ മുന്നോട്ട് വെച്ച ഒരു കാര്യം, ഇതിൽ മൊഴി കൊടുത്ത ആൾക്കാരുടെ ഐഡന്റിറ്റിയോ അതിലേക്ക് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും സൂചകങ്ങളോ പുറത്ത് പറയരുത് എന്നാണ്. എനിക്ക് അത് അനുസരിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് അതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ പാടില്ല. ഞാൻ കമന്റ് ചെയ്യില്ല. വളരെയധികം നന്ദി ശ്രീമതി ദീദി ദാമോദരൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.